നമ്മൾ ഇന്ന് കാണുന്ന 200 രൂപ നോട്ടിലെ സാഞ്ചി സ്തൂപത്തിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. സാഞ്ചി കനഗേര എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു കുന്നിൻ മുകളിലാണ് പ്രശസ്തമായ ഈ സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് 20 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അനവധി നിർമ്മിതികളോട് കൂടിയ സാഞ്ചി സ്തൂപം കാഴ്ചയ്ക്ക് നമുക്കൊരു കിരീടം പോലെയാണ് തോന്നുന്നത്. 5-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമടക്കം ധാരാളം സ്മാരകങ്ങളും വലിയൊരു മൺമേടും ഇവിടെ സാഞ്ചി സ്തൂപത്തിലുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയാണ് ഈ സാഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചത്. സുംഗന്മാരുടെ കാലഘട്ടത്തിൽ ഈ സാഞ്ചി സ്തൂപം വികസിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ സാഞ്ചി സ്തൂപം എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. സ്തൂപങ്ങൾ എന്നാൽ വിശുദ്ധ സ്ഥലങ്ങളാണ്. ബുദ്ധൻ്റെ ശരീരാവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്തിട്ടുള്ള മേടുകളാണ് ഈ സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. കല്ലുകൾ കൊണ്ടോ ഇഷ്ടികകൾ കൊണ്ടോ ആണ് അവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ബുദ്ധമതത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ സ്തൂപങ്ങൾ നിർമ്മിക്കുന്ന ഒരു പാരമ്പര്യം നിലനിന്നിരുന്നു. പിന്നീടാണത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒന്നായി മാറിയത്. ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ അനവധി സ്തൂപങ്ങൾ നിർമ്മിച്ചു. അശോക ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം ബുദ്ധൻ്റെ ഭൗതികാവശിഷ്ട ഭാഗങ്ങൾ എത്തിച്ചു എന്ന് ബുദ്ധകൃതിയായ അശോകവദനയിൽ പരാമർശിച്ചിട്ടുണ്ട്. അവ സംസ്കരിച്ച സ്ഥലത്തിന് മുകളിൽ സ്തൂപങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ BC 2-ാം നൂറ്റാണ്ടോടെ ധാരാളം സ്തൂപങ്ങൾ പണി കഴിപ്പിക്കപ്പെട്ടു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്തൂപങ്ങളാണ് ബർഹട്ട്, സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ നിർമ്മിച്ചുവെങ്കിലും ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്തൂപമായിട്ടുള്ളത് സാഞ്ചി സ്തൂപമാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സാഞ്ചി സ്തൂപത്തിന് മുമ്പ് തന്നെ കണ്ടെത്തിയ ഒരു സ്തൂപമായിരുന്നു അമരാവതിയിൽ ഉണ്ടായിരുന്നത്. അക്കാലത്ത് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പണ്ഡിതന്മാരൊന്നും അത്ര ബോധവാന്മാരായിരുന്നില്ല. 1818 ഈ സാഞ്ചി സ്തൂപം കണ്ടെത്തിയത്. അതിൻ്റെ 4 കവാടങ്ങളിലും 3 അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ 4-മത്തേത് താഴെ വീണ് കിടക്കുകയായിരുന്നു. എന്നാൽ ഇതിൻ്റെ മൺമേടിന് തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. സാഞ്ചിയിലെ കവാടങ്ങൾ ലണ്ടനിലേക്കോ അല്ലെങ്കിൽ പാരീസിലേക്കോ കടത്തിക്കൊണ്ടുപോകാൻ യൂറോപ്യന്മാർ ശ്രമിച്ചെങ്കിലും ഭോപ്പാലിലെ ഭരണാധികാരികളുടെ ഇടപെടലുകൾ മൂലം അവ സംരക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് സാഞ്ചി സ്തൂപം ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1818 ഈ സാഞ്ചി സ്തൂപം കണ്ടെത്തിയത്. 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്യന്മാരുടെ എല്ലാം കണ്ണ് പതിച്ചത് ഈ സാഞ്ചി സ്തൂപത്തിലാണ്. അവർ സാഞ്ചി സ്തൂപത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രവേശന കവാടം ഫ്രാൻസിലെ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇവർ ഇതിൻ്റെ അനുവാദത്തിനായി ഭോപ്പാലിലെ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ബീഗത്തിൻ്റെ അനുവാദം തേടി. എന്നാൽ ഇതിനെക്കൊണ്ട് അവർക്ക് ഒരു ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം അവർ സാഞ്ചി സ്തൂപത്തിൻ്റെ പ്ലാസ്റ്റർ കാസ്റ്റ് മാതൃക കൊണ്ട് തൃപ്തിപ്പെടുകയാണ് ഉണ്ടായത്. ഷാജഹാൻ ബീഗവും അവരുടെ പിന്തുടർച്ചക്കാരിയായ സുൽത്താൻ ജഹാൻ ബീഗവും ഈ സാഞ്ചി സ്തൂപത്തെ സംരക്ഷിച്ചു പോന്നു. ഈ പുരാതന സ്മാരകത്തിൻ്റെ സംരക്ഷണത്തിനായി ധാരാളം പണവും അവർ ചെലവഴിക്കുകയുണ്ടായി. സുൽത്താൻ ജഹാൻ ബീഗമാകട്ടെ സാഞ്ചിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകം താല്പര്യം തന്നെ എടുക്കുകയുണ്ടായി. അവിടെ ഒരു മ്യൂസിയവും അതിഥി മന്ദിരവും നിർമ്മിക്കുന്നതിന് അവർ ധനസഹായം നൽകുകയും ചെയ്തു. ഈ മന്ദിരത്തിൽ താമസിച്ചാണ് ജോൺ മാർഷൽ സാഞ്ചിയെപ്പറ്റി ഒരു വാല്യം കണക്കിന് എഴുതിയത്. അതിൻ്റെ പ്രസാധനത്തിനായും ജഹാൻ ബീഗം ഒരു ഫണ്ട് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. സാഞ്ചിയെപ്പറ്റി ജോൺ മാർഷൽ തയ്യാറാക്കിയ വാല്യങ്ങൾ സുൽത്താൻ ജഹാൻ ബീഗത്തിനാണ് സമർപ്പിച്ചത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രങ്ങളിലൊന്നാണ് സാഞ്ചി. ഈ പുരാവസ്തു കേന്ദ്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. സാഞ്ചിയിലെ ഒരു ശില്പം ആദ്യം പരിശോധിച്ചപ്പോൾ പുല്ലുമേഞ്ഞ കുടിലുകളും മരങ്ങളുമുള്ള ഒരു ഗ്രാമീണ ദൃശ്യത്തെയാണ് അത് ചിത്രീകരിക്കുന്നതെന്നാണ് മനസ്സിലായത്. എന്നാൽ
കലാചരിത്രകാരന്മാർ ആ ശില്പത്തെ ഗ്രന്ഥങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി. അങ്ങനെ വേഷാന്താര ജാതകത്തിലെ ഒരു ദൃശ്യമാണ് അതെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തതിനു ശേഷം ഭാര്യയെയും മക്കളെയും കൂട്ടി വനത്തിൽ പോയി ജീവിച്ച ഉദാരനായ ഒരു രാജകുമാരൻ്റെ കഥയാണിത്. അങ്ങനെ ഗ്രന്ഥങ്ങളിലെ തെളിവുകളുമായി താരതമ്യപ്പെടുത്തി ഈ സാഞ്ചിയിലെ കല്ലിൽ പണിത ശില്പങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ ചരിത്രകാരന്മാർക്ക് സാധിച്ചു. ഇത്രയും പ്രാധാന്യമുള്ളതിനാലാണ് ഇന്നും ഈ സാഞ്ചി സ്തൂപം സംരക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഫോട്ടോ നമുക്ക് 200 രൂപ നോട്ടിൽ കാണപ്പെടുന്നത്.